പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 6ന്റെ ചാപ്റ്റർ 2വിലെ പേജ് നമ്പർ 15ലെ ഫിഗർ ഇറ്റ് ഔട്ട് ആണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ആ ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ഫിഗർ ഇറ്റ് ഔട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. First question എന്താന്ന് നോക്കിയേ. Rihan marked a point on a piece of paper. How many lines can he draw that passes through the point? അപ്പോൾ റിഹാന് പേപ്പറിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ഈ പോയിന്റിൽ കൂടി റിഹാന് എത്ര ലൈൻസ് വരയ്ക്കാനായിട്ട് സാധിക്കുമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നോക്കിയേ, ഇതിൽ കൂടെ ഞാൻ ഇവിടെ ഒരു ലൈൻ വരച്ചു, അടുത്തത് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു, ഇങ്ങനെ ഒരു ലൈൻ വരച്ചു, ഇങ്ങനെ ഒരു ലൈൻ വരച്ചു, ഇങ്ങനെ ഒരു ലൈൻ വരച്ചു, ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. ഓക്കെ, ഇതേപോലെ എനിക്ക് ഒത്തിരി ലൈൻസ് ഈ ഒരു ഡോട്ടിൽ കൂടെ എനിക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ലൈനിൽ കൂടെ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ലൈൻസ് നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. അപ്പൊ എന്തെഴുതാം? റിഹാൻ ക്യാൻ ഡ്രോ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ലൈൻസ്. ഇൻഫൈനൈറ്റ് number of lines. അടുത്തത്, ശീതൽ മാർക്ക്ഡ് 2 points on a piece of paper. ശീതൽ ഒരു പേപ്പറിൽ 2 points മാർക്ക് ചെയ്തു. How many different lines can she draw? How many different lines can she draw that pass through both of the points? ശീതല് ഒരു പേപ്പറിൽ 2 പോയിന്റുകൾ മാർക്ക് ചെയ്തു. ഈ 2 പോയിന്റുകളിൽ കൂടെയും പാസ് ചെയ്യുന്ന എത്ര ലൈൻസ് ശീതലിന് വരയ്ക്കാനായിട്ട് പറ്റും? അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. ഇനി ഈ 2 ലൈനിലും കൂടെ പാസ് ചെയ്യുന്ന വേറെ ഏതെങ്കിലും ലൈൻ എനിക്ക് വരയ്ക്കാൻ പറ്റുമോ? വേറെ ഏതെങ്കിലും ലൈൻ ഞാൻ വരച്ചു കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ കൂടെ മാത്രമേ എനിക്ക് വരയ്ക്കാൻ പറ്റൂ. 2 പോയിന്റുകളിൽ കൂടെയും പാസ് ചെയ്യുന്ന ഒരേ ഒരു ലൈൻ മാത്രമേ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ശീതൽ ക്യാൻ ഡ്രോ ഓൺലി 1 ലൈൻ ദാറ്റ് പാസസ് ത്രൂ 2 പോയിന്റ്സ്. നമുക്കിതിന് വേണ്ട പേര് കൊടുക്കാം, P and Q. അപ്പൊ ശീതലിന് ഒരു ലൈൻ മാത്രമേ വരയ്ക്കാൻ പറ്റൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നെയിം ദ ലൈൻ സെഗ്മെന്റ്സ് ഇൻ ഫിഗർ 2.4. 2.4ൽ തന്നിട്ടുള്ള ഫിഗറിലെ ലൈൻ സെഗ്മെന്റിന് പേര് കൊടുക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ലൈൻ സെഗ്മെന്റ്സ് ഏതൊക്കെയാണ് ഇവിടുത്തെ ലൈൻ സെഗ്മെന്റ്സ്? എല്ലാം ഒരു ലൈൻ സെഗ്മെന്റ് ആണ്. അപ്പൊ ഫസ്റ്റ് വൺ ഈസ് ലൈൻ സെഗ്മെന്റ് എല്ലാം. അടുത്തത് MP ഒരു ലൈൻ സെഗ്മെന്റ് ആണ്, ലൈൻ സെഗ്മെന്റ് MP. അടുത്തത് PQ ഒരു ലൈൻ സെഗ്മെന്റ് ആണ്. അടുത്തത് QR ഒരു ലൈൻ സെഗ്മെന്റ് ആണ്. അപ്പൊ എത്ര ലൈൻ സെഗ്മെന്റുകൾ ഉണ്ട്? 4 ലൈൻ സെഗ്മെന്റുകളാണ് ഇവിടെ ഉള്ളത്. വിച്ച് ഓഫ് ദി 5 മാർക്ക്ഡ് പോയിന്റ്സ് ആർ ഓൺ എക്സാക്ട്ലി 1 ഓഫ് ദി ലൈൻ സെഗ്മെന്റ്? അപ്പൊ ഇവിടെ 5 മാർക്ക്ഡ് പോയിന്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? L, M, P, Q, R. 5 മാർക്ക്ഡ് പോയിന്റ്സ് ഉണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ഒരു ലൈൻ സെഗ്മെന്റിൽ മാത്രമുള്ള പോയിന്റുകൾ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ നോക്കിയേ, L ഒറ്റ ലൈൻ സെഗ്മെന്റിലേ ഉള്ളൂ. M ഇവിടെ 2 ലൈൻ സെഗ്മെന്റുകളിലുണ്ട്. P 2 ലൈൻ സെഗ്മെന്റുകളിലുണ്ട്. Q 2 ലൈൻ സെഗ്മെന്റുകളിലുണ്ട്. പക്ഷെ R ഒരെണ്ണത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ L-ഉം R-ഉം ഓരോ ലൈൻ സെഗ്മെന്റുകളിൽ വെച്ചേ ഉള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് ഏതൊക്കെ പോയിന്റുകൾ പറയാം? പോയിന്റ്സ് ലൈങ് എക്സാക്ട്ലി ഓൺ 1 ഓഫ് ദി ലൈൻ സെഗ്മെന്റ് ഈസ് ഈക്വൽ ടു L ആൻഡ് R. L-ഉം R-ഉം മാത്രമാണ്. അപ്പൊ ഈ ക്വസ്റ്റിന് ഞാൻ B എന്ന് പേര് കൊടുക്കുന്നു. അപ്പൊ നമുക്ക് എഴുതാൻ ഇച്ചിരി കൂടെ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ എഴുതുമ്പോൾ ഇങ്ങനെ ഒരു സെന്റൻസ് കൂടെ എഴുതിക്കോ കേട്ടോ. പോയിന്റ്സ് ലൈങ് എക്സാക്ട്ലി ഓൺ 1 ഓഫ് ദി ലൈൻ സെഗ്മെന്റ്സ് ഈസ് ഈക്വൽ ടു L ആൻഡ് R. ഇനി അടുത്തത്, വിച്ച് ആർ ഓൺ 2 ഓഫ് ദി ലൈൻ സെഗ്മെന്റ്സ്? 2 ലൈൻ സെഗ്മെന്റുകളിലുമുള്ള പോയിന്റുകൾ ഏതൊക്കെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതൊക്കെയാണ്? M ഈ ലൈൻ സെഗ്മെന്റിലും ഉണ്ട്, ഇതിലും ഉണ്ട്. P ഇതിലും ഉണ്ട്, ഇതിലുണ്ട്. Q ഇതിലുമുണ്ട്, ഇതിലുമുണ്ട്. അപ്പൊ ഏതൊക്കെയാണ്? M-ഉം P-യും Q-ഉം. പോയിന്റ്സ് ലൈങ് ഓൺ 2 ഓഫ് ദി ലൈൻ സെഗ്മെന്റ് ഈസ് ഈക്വൽ ടു M, P, Q. ഈ 3 പോയിന്റുകളാണ് 2 ലൈൻ സെഗ്മെന്റുകളിൽ വീതം
ഉള്ളത്. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, നെയിം ദ റേസ് ഷോൺ ഇൻ ഫിഗർ 2.5 ഈസ് ടി ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ഈച്ച് ഓഫ് ദീസ് റേസ്. അപ്പൊ നമുക്ക് ഈ ഫിഗറിൽ തന്നിട്ടുള്ള റേസിന് നെയിം കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോക്കിയേ ഏതൊക്കെ റേ ഉണ്ട് ഇവിടെ. ടി എ ഒരു റേ ആണ്. റേ എന്ന് വെച്ചാൽ എന്താണ്? റേക്ക് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാകും, അത് ഒരു ഡയറക്ഷനിലേക്ക് എന്താണ് എൻലെസ്ലി പോയിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ ടിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ എയിൽ നിന്ന് ഇങ്ങനെ ആരോ ഇട്ടാൽ അതിന്റെ അർത്ഥം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ടി എ എന്താണ്? ഒരു റേ ആണ്. അപ്പൊ റേ ടി എ. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് ഇത് ഡിനോട്ട് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് ഞാൻ വീഡിയോയിൽ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് അത് കണ്ടതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ കാണാനായിട്ട് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പൊ റേ ടി എ. അടുത്തത് എന്താണ്? റേ ടി എൻ. എന്നിൽ കൂടെ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കും. അപ്പൊ റേ ടി എൻ. പിന്നെന്താണ്? റേ ടി ബി. 3 റേസ് ആണ് നമുക്ക് ഈ ഒരു ഫിഗറിലുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഈസ് ടി ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ഈച്ച് ഓഫ് ദീസ് റേസ്. ഈ 3 റേസിന്റെയും സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണോ ടി എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഇവിടെ എഴുതിയ റേയിൽ നോക്കിയേ, എല്ലാത്തിന്റെയും സ്റ്റാർട്ടിംഗ് പോയിന്റ് ടി ആണ്. അപ്പൊ എന്ത് പറയാം? യെസ്, ടി ഈസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ഈച്ച് ഓഫ് ദീസ് റേസ്. അങ്ങനെ ഇവിടെ എഴുതിക്കണം കേട്ടോ. ഇനി അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ. Okay, draw a rough figure and write labels appropriately to illustrate each of the following. അടുത്ത ഇതെങ്ങനെയാണ് റീഡ് ചെയ്യുന്നത്? 2 സൈഡിലോട്ടും ആരോ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് റീഡ് ചെയ്യുന്നത്? ലൈൻ ഒ പി. ലൈൻ സെഗ്മെന്റിനെ നമ്മൾ എങ്ങനെയായിരുന്നു എഴുതുന്നത്? ഒ പി ലൈൻ സെഗ്മെന്റ് ആണെങ്കിൽ നമ്മളിതാ ഇങ്ങനെയാണ് എഴുതുക. ഒ പി എഴുതിയിട്ട് ഇങ്ങനെ 2 ആരോ വന്നു കഴിഞ്ഞാൽ ദിസ് ഈസ് ലൈൻ. ഒ പി എഴുതിയിട്ട് ഇങ്ങനെയാണെങ്കിൽ ഇത് റേ. അപ്പൊ ഇവിടെ സൈൻ നോക്കുക, ഇത് ലൈൻ ആണ്. ലൈൻ ഒ പി ആൻഡ് ലൈൻ ഒ ക്യു മീറ്റ് അറ്റ് ഒ. ഇത് നമ്മൾ ഡ്രോ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ലൈൻ ഒ പി, ഇതാണ് ഒ പി. ലൈൻ ഒ പി ആൻഡ് ലൈൻ ഒ ക്യു. അപ്പൊ അതും ഓയിലുണ്ട്. അപ്പൊ നമുക്കിതാ ഇങ്ങനെ വരയ്ക്കാം, ഒ ക്യു. അപ്പൊ ഫസ്റ്റ് വൺ നമ്മൾ വരച്ചു. അടുത്തത് ഇതെന്താണ്? റേ ആണല്ലേ. റേ എക്സ് വൈ ആൻഡ് ഇതെന്താണ്? ലൈൻ പി ക്യു ഇന്റർസെക്ട് അറ്റ് പോയിന്റ് എം. അപ്പൊ ആദ്യം റേ എക്സ് വൈ വരയ്ക്കണം. റേ ആകുമ്പം എക്സ് ഇതാ ഇവിടെ എക്സിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്സ് വൈ, റേ എക്സ് വൈ വരച്ചു. പിന്നെന്താണ്? ലൈൻ പി ക്യു ഇന്റർസെക്ട് അറ്റ് എം. അപ്പോൾ ഈ റേ എക്സ് വൈയും ലൈൻ പി ക്യൂവും എവിടെ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്? എമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ലൈൻ പി ക്യു ഏതുവഴി പോകണം? റേ എക്സ് വൈയിൽ ഇന്റർസെക്ട് ചെയ്യണം. ഇതാണ് ലൈൻ പി ക്യു. പി ക്യു ഇത് എവിടെ മീറ്റ് ചെയ്യണം? എമ്മില്, പോയിന്റ് എമ്മില് മീറ്റ് ചെയ്യണം. ഓക്കെ. അടുത്തത് ലൈൻ എൽ കണ്ടെയ്ൻസ് പോയിന്റ്സ് ഇ ആൻഡ് എഫ് ബട്ട് നോട്ട് പോയിന്റ് ഡി. ഇപ്പൊ ലൈൻ എൽ, അപ്പൊ ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു ലൈനിനെ നമുക്ക് ഇതേപോലത്തെ സ്മോൾ ലെറ്റേഴ്സ് യൂസ് ചെയ്ത് ഡിനോട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നമുക്ക് ഇത് എ, ഇത് ബി, അടുത്തത് സി. ഇപ്പൊ ലൈൻ എൽ, this is line L contains point E. So ഇത് പോയിന്റ് E. നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് പോയിന്റ് എടുക്കാം കേട്ടോ. ഇത് പോയിന്റ് F but not point D. പോയിന്റ് D ഇതിലില്ല. അപ്പൊ നിങ്ങൾ പോയിന്റ് D എന്ന് പറയുന്നത് ലൈനിൽ അല്ലാതെ വേറെ എവിടെയെങ്കിലും നിങ്ങൾ മാർക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് മാർക്ക് ചെയ്യാം കേട്ടോ. അടുത്തത് പോയിന്റ് P lies on AB. പോയിന്റ് പി എ ബിയിലാണ് ലൈ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യം എ ബി വരയ്ക്കുക. ദിസ് ഈസ് ലൈൻ എ ബി. പോയിന്റ് പി ഇതിലാണ് ലൈ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എവിടെയെങ്കിലും ഒരു പോയിന്റ് പിയും കൂടെ വരയ്ക്കുക. നമ്മുടെ 4th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്തത് 5th ക്വസ്റ്റ്യൻ.
In figure 2.6 name 5 points. 5 പോയിന്റുകൾ നമ്മൾ എഴുതണം. ഏതൊക്കെയാണ്? D, E, O, C, B. ഇത് 5ഉമാണ് ഇവിടുത്തെ പോയിന്റുകൾ. അപ്പോൾ 5 പോയിന്റ്സ് എന്തൊക്കെ എഴുതാം? D, E, O, C, B. A line. അടുത്തത് ഒരു ലൈൻ നമ്മൾ എഴുതണം. ഏതെഴുതാം ഇവിടെ ലൈൻ? ഇവിടെ നോക്കിയേ, ലൈൻ എന്ന് വെച്ചാൽ രണ്ട് സൈഡിലേക്കും endlessly പൊയ്ക്കൊണ്ടിരിക്കുന്നതായിരിക്കണം. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം രണ്ട് സൈഡിലും എന്ത് കാണണം? ഓരോ ആരോ കാണണം. മനസ്സിലായല്ലോ? അങ്ങനെയുള്ളത് ഇവിടെ ഏതാണ്? ഈ ഒരു ലൈനിനാണ് ഇവിടെ ആരോ ഉള്ളത്. ബാക്കി ഇതെവിടെയാണ്? ഓയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ മാത്രമേ ആരോ ഉള്ളൂ. അപ്പൊ ഇതെന്താണ്? ഒരു റേ ആണ്. ഇതും ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇതും ഒരു റേ ആണ്. അപ്പൊ ലൈൻ ആയിട്ടുള്ളത് ഏത് മാത്രമേ ഉള്ളൂ? ഈ കാണുന്ന ഈ രണ്ട് സൈഡിലും ആരോ ഉള്ള ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ ലൈൻ എന്ത് കൊടുക്കാം? DB ഒരു ലൈൻ ആയിട്ട് നമുക്ക് എടുക്കാം. ലൈൻ DB. അടുത്തത് 4 റേസ്. 4 റേകൾ നമ്മൾ എഴുതണം. ഏതൊക്കെ എഴുതാം? ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇതൊരു റേ ആയിട്ട് എടുക്കാം. റേ OB അല്ലേ? ഇത് റേ OB ഒരു റേ ആയിട്ട് എടുക്കാം. അടുത്തത് ഏതെടുക്കാം? OC. ഇങ്ങോട്ടുള്ള ഇത് നമുക്കൊരു റേ ആയിട്ട് എടുക്കാം. അടുത്തത് ഈ മുകളിലേക്ക് ഒരെണ്ണമുണ്ട്, പക്ഷെ അതിന് നമുക്ക് പേര് തന്നിട്ടില്ല കേട്ടോ. അടുത്തത് ഇതൊരു റേ ആണ്. OE ഒരു റേ ആണ്. ഇത് OE ഒരു റേ ആണ്. അടുത്തത് OD. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഇതൊരു റേ ആണ്. OD. അടുത്തത് 5 ലൈൻ സെഗ്മെന്റ്. 4 ലൈൻ സെഗ്മെന്റുകൾ എഴുതണം. ഏതൊക്കെ എഴുതാം? ലൈൻ സെഗ്മെന്റുകൾ എന്ന് വെച്ചാൽ ഇങ്ങനെ രണ്ട് സൈഡിലും n പോയിന്റ്സ് ഉള്ളതിനെയാണ് ലൈൻ സെഗ്മെന്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെ എഴുതാം? ഇതൊരു ലൈൻ സെഗ്മെന്റ് ആണ്. ലൈൻ സെഗ്മെന്റ് DE. അടുത്തത് ലൈൻ സെഗ്മെന്റ് EO. അടുത്തത് ലൈൻ സെഗ്മെന്റ് OB. അടുത്ത ലൈൻ സെഗ്മെന്റ് ഏതെഴുതാം? ലൈൻ സെഗ്മെന്റ് EB എഴുതാം. ഇവിടെ തൊട്ട് ഇവിടെ വരെ ലൈൻ സെഗ്മെന്റ് EB. നമുക്ക് ഒന്നുകൂടെ വേണം അല്ലേ? എന്തെഴുതാം? D തൊട്ട് O വരെ എഴുതാം. ലൈൻ സെഗ്മെന്റ് DO. ഏതൊക്കെയാണ് 5എണ്ണം? DE, EO, OB, EB, DO. 5 ലൈൻ സെഗ്മെന്റുകളാണ്. 6th question. Here is a ray OA. It starts at O and passes through the point A. It also passes through the point B. ഇപ്പൊ ഇവിടെ OA എന്ന് പറയുന്ന ഒരു റേ തന്നിട്ടുണ്ട്. ഇത് ഓയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോയിന്റ് എയിൽ കൂടെ പാസ് ചെയ്യുന്നു. അതേപോലെ തന്നെ പോയിന്റ് ബിയിൽ കൂടെ പാസ് ചെയ്യുന്നു. Can you also name it as റേ OB Y? ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിനെ നമുക്ക് റേ OB എന്ന് നെയിം ചെയ്യാനായിട്ട് കഴിയുമോ? എന്തുകൊണ്ടാണ്? ചെയ്യാനായിട്ട് കഴിയും അല്ലേ? റേ OB എന്ന് നമുക്ക് ഇതിനെ ചെയ്യാനായിട്ട് കഴിയും. എന്തുകൊണ്ടാണ്? പോയിന്റ് B എവിടെയാണ് ലൈ ചെയ്യുന്നത്? OAയിൽ തന്നെയാണ് പോയിന്റ് B ലൈ ചെയ്യുന്നത്. രണ്ടിനും സെയിം സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. രണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് ഓയിൽ നിന്ന് തന്നെയാണ്. അത് സെയിം ഡയറക്ഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. OA എന്ന് പറയുന്ന റേയിൽ തന്നെയാണ് പോയിന്റ് B ലൈ ചെയ്യുന്നത്. രണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് ഓയിൽ നിന്നാണ്. സെയിം ഡയറക്ഷനിൽ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിനെ OB എന്ന് നെയിം ചെയ്യാനായിട്ട് കഴിയും. അപ്പൊ ഫസ്റ്റ് ഇതിന്റെ ആൻസർ എന്ത് എഴുതാം? യെസ് എന്ന് എഴുതാം. എന്തുകൊണ്ടാണ്? ബിക്കോസ് പോയിന്റ് B lies on ray OA. Both these rays have same starting point O and extends in the same direction. മനസ്സിലായല്ലോ? ഇനി അടുത്തത്, can we write ray OA as AO, Y or Y not? ഈ റേ OA നമുക്ക് റേ AO തിരിച്ച് നമുക്ക് എഴുതാനായിട്ട് സാധിക്കുമോ എന്നാണ് ക്വസ്റ്റ്യൻ. തിരിച്ചെഴുതാൻ പറ്റുമോ? റേ OA എന്ന് വെച്ചാൽ എന്താ? ഓയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട്
ഇങ്ങനെ പോകണം. ഇതിനെയാണ് നമ്മൾ OA എന്ന് വിളിക്കുക. ഇതിനെ തിരിച്ച് നമുക്ക് AO എന്ന് പറയാൻ പറ്റുമോ? AO എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? ഈ റേ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നല്ല? എയിൽ നിന്നല്ല, ഓയിൽ നിന്നാണ്. AO എന്ന് വിളിക്കണമെങ്കിൽ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോകണം, ഇല്ലേ? എന്നാൽ മാത്രമേ നമുക്കിതിനെ റേ AO എന്ന് വിളിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ സെക്കൻഡ് വണ്ണിന്റെ ആൻസർ നമുക്ക് എന്തെഴുതാം? നോ എന്നെഴുതാം. എന്തുകൊണ്ടാണ്? ബിക്കോസ് റേ OA represents a ray with starting point O and extending towards A, while ray AO represents a ray with the starting point A and extending towards O. മനസ്സിലായല്ലോ? റേ എന്താണ് എന്ന് മനസ്സിലായല്ലോ? അപ്പൊ നമ്മുടെ പേജ് നമ്പർ 15-ലെ ഫിഗർ ഇറ്റ് ഔട്ട് ഫുള്ള് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പോർഷനുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.